ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല നാടൻ മുളകിട്ട് വെച്ച അയിലക്കറി. അപ്പോൾ നമുക്ക് നല്ല നാടൻ അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. ബാ, നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മുടെ അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ അയില തന്നെയാണ്. പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, തക്കാളി വേണം, ഉപ്പ് വേണം. തക്കാളി 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം, ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ നമ്മുടെ വലിയ ഉള്ളി ചതച്ച് വെച്ചത് കുറച്ച് വേണം. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി കുറച്ച്, 2-3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പുളിവെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 2 തക്കാളിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇതിൽ നമ്മൾ ഉടച്ചെടുക്കുന്നത്. നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മുടെ തക്കാളിയും മുളകും കൂടി നല്ല അടിപൊളിയായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിച്ച് പുളി നല്ലോണം ഉടച്ച് പിഴിഞ്ഞ വെള്ളം നമ്മളെ കറിക്ക് വേണ്ടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളെന്ത് ചെയ്യണം വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെക്കണം. നല്ല പോലെ ഇളക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാവേ. നമ്മുടെ തക്കാളിയും പുളിയും അതുപോലെ ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് കിടന്ന് വേവട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ നാട്ടിലും ഈ രീതിയിൽ തന്നെയാണോ അയിലക്കറി ഉണ്ടാക്കുന്നതെന്നുള്ള അഭിപ്രായങ്ങളും മറ്റേതെങ്കിലും രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. ഞങ്ങളതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണേ. നമ്മുടെ കറിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അടുപ്പത്തിട്ടിട്ട് അടുപ്പത്തുനിന്ന് തിളയ്ക്കണം. നല്ല രീതിയിൽ തിളച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിന് ശേഷമാണ് ബാക്കി ചെയ്യാനുള്ളത് കേട്ടോ. നമ്മുടെ കറി ഏകദേശം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ തിളയൊന്നും പോരാ, നല്ലോണം തിളച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പക്ഷേ തിളക്കൽ ഇതൊന്നും പോരാ, നല്ല അടിപൊളിയായിട്ട് ഇനിയും തിളച്ചിട്ട് വെള്ളം നല്ലോണം ഒന്ന് വറ്റി വരണം. അതിന് ശേഷമാണ് നമ്മളെ ബാക്കി പരിപാടി. കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച അയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫുൾ പീസ് അയില ഇട്ടാലും കുഴപ്പമില്ല, ഞങ്ങളിവിടുന്ന് മുറിച്ച് വെച്ച് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അയില കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ലേശം നമ്മൾ റെഡിയാക്കി വെച്ച മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ആഡ് ചെയ്യണമെന്നില്ല. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്നുകൂടി അവിടെ കിടന്ന് വേവട്ടെ. മിനിറ്റോളം വെന്തതിന് ശേഷം നമ്മുടെ അയില ഇതവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ വലിയുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. ഒരു 2 മിനിറ്റ് കൂടി അടുപ്പത്ത് വെന്ത ശേഷം നമ്മളിതങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.